മാക്കുറ്റി റിജിൽ മാക്കുറ്റി, ഇവിടെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാക്കിയ പുകിലുകൾ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഈ SFIയുമായി നടത്തിയ ഏറ്റുമുട്ടൽ, തെരുവിൽ ഇറങ്ങി നടത്തിയ ഗോഗോ വിളികൾ, ഒരു ഇർഫാൻ ഹബീബ് എന്ന് പറയുന്ന രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഒരു ഒരു ചരിത്രകാരൻ കൊല്ലാമെന്നേ എന്ന വ്യാജം പറയലുകൾ, ഓരോ ദിവസം ഒന്നോണം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ പ്രശ്നകാലം കഴിഞ്ഞു എന്ന് കരുതി സമാനമായ കാഴ്ചകൾ തെരുവിൽ കാണുകയാണ് റിജിൽ മാക്കുറ്റി. അതിൽ കോൺഗ്രസിന്റെ നിലപാടെന്താണ്? ശ്രീ ആഷ്മി, യഥാർത്ഥത്തിൽ ഇവിടെ വന്നിട്ടുള്ള ഈ അലേറ്റ്കർ എന്ന് പറയുന്ന ഗവർണറുടെ ലക്ഷ്യം തന്നെ RSSനെ അലക്കി തേക്കുന്ന അലക്കുകാരനായി മാറുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പണിയാണ് ഇപ്പോൾ അയാൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്ത വേറൊരു രൂപത്തിലായിരുന്നെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനെതിരായിട്ടുള്ള നിലപാട് ശക്തമായി ഞങ്ങളുടെ പാർട്ടിയും ഞാൻ ഉൾപ്പെടെ കണ്ണൂർ സർവകലാശാലയിലേക്ക് വന്ന ആ സമയത്ത് ശക്തമായ പ്രതിഷേധങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് കോൺഗ്രസും KSU ഒക്കെ ശക്തമായി ആ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഞങ്ങളുടെ പാർട്ടി എന്ന നിലയിലും അത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരായിട്ട് ശക്തമായ പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഗവർണർക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. കൃത്യ RSSനെ എങ്ങനെയെങ്കിലും ഇപ്പം BJPക്കും സംഘപരിവാർ ഈ കേരളത്തിൽ കൊണ്ടുപിടിച്ച് നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ RSSന്റെ ഏജന്റായി അല്ലെങ്കിൽ RSSകാരനായി, ഞാൻ RSSകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വേദികളിലും പ്രസംഗിക്കുകയും RSSനെ അതിൻ്റെ വലിയ രൂപത്തിൽ പ്രചാരവേല നടത്തിക്കൊണ്ട് അതിന് എന്തെങ്കിലും തരത്തിലുള്ള പിന്തുണ കിട്ടുമോ കേരളത്തിൽ എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകണം. ഇപ്പോൾ ഭാരതാംബ എന്നൊക്കെ പറഞ്ഞ് ഒരു പുതിയ വേർഷനാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നിലമ്പൂർ കഴിഞ്ഞല്ലോ, ഈ ഭാരതാംബ വിവാദമൊക്കെ അവിടെ വന്നു. എന്താ BJPക്ക് ആ ഭാരതാംബയെ കൊണ്ട് ഗവർണർ ഇങ്ങനെ ഭാരതാംബയും കൊണ്ട് നടന്നിട്ട് വലിയ റിസൾട്ടൊന്നും അവിടെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊന്നും കേരളത്തിൽ ചിലവാകാൻ പോകുന്നില്ല. ഈ ഭാരതാംബ എന്ന് പറയുന്നത് ഇത് സംഘികളുടെ അമ്മയാണ്, ഭാരതത്തിൻ്റെ അമ്മയല്ല. അങ്ങനെ ഭാരതത്തിൻ്റെ അമ്മയൊന്നുമില്ല. അച്ഛൻ കാളയാണെന്ന് പറഞ്ഞ് നടക്കുന്ന കൂട്ടർക്കാർ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി നടന്നു മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കേരളത്തിൻ്റെ ഈ സാമൂഹ്യ അന്തരീക്ഷത്തെ കലക്കുന്നതിന് വേണ്ടി, കേരളത്തിൻ്റെ ക്രമസമാധാന രംഗം തകർക്കുന്നതിന് വേണ്ടി, തൻ്റെ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു ഗവർണർ തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടാകും. ഞങ്ങളും ആ വിഷയത്തിനകത്ത് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവർണറുമായി ഒരു കോംപ്രമൈസ് ഇത്ര വിഷയത്തിനകത്ത് ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ പാർട്ടിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം അജണ്ട, RSSൻ്റെ അജണ്ട ഏതെങ്കിലും തരത്തിൽ വാടകയ്ക്കെടുത്തോ വാടകയ്ക്കെടുക്കാതെയോ അല്ലെങ്കിൽ രാജ്ഭവൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റ് പരിപാടി ഉപയോഗിച്ചോ ഇവിടെ നടപ്പാക്കാൻ മുമ്പോട്ട് വന്നാൽ അങ്ങനെ അത് അംഗീകരിച്ചു കൊടുക്കുന്ന, വകവെച്ചു കൊടുക്കുന്ന നാടെല്ലാം കേരളമെന്ന് തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ ഈ ഉത്തരേന്ത്യയിലെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ അപ്പാടെ വിഴുങ്ങുന്ന ഒരു നിലപാടുള്ള ആളുകളല്ല കേരളത്തിലുള്ള ആളുകൾ എന്നുള്ളത് BJPക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും ഇനിയെങ്കിലും ഈ പറയുന്ന ഗവർണർക്ക് മനസ്സിലാകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു പരിധിവരെ മനസ്സിലായിരുന്നു. ഈ പറയുന്ന കോടതിയിലേക്ക് പോവുകയും കോടതി ഒപ്പിടാൻ പറയുമ്പോൾ ഒപ്പിട്ടൊക്കെ നല്ല അനുസരണയുള്ള ഒരു ഗവർണറായി അദ്ദേഹം പോയി ബീഹാറിലേക്ക് പോയി. ഇപ്പോൾ അവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഭരിക്കുന്നത് CPM കോൺഗ്രസോ ഒന്നും അല്ലല്ലോ.